സ്വർണ്ണവില ഇനിയെന്നും 2000-ത്തിലേറെ കൂടുമോ? കാരണമെന്ത്? ഒരു പവന് ആഭരണം വാങ്ങാൻ 75,000 രൂപ. തുടർച്ചയായ വിലയിടിവിന് ശേഷം എല്ലാ വ്യാപാരം നടത്തുന്നത്. ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില 8,560 രൂപയാണ്. ഗ്രാം നിരക്കിന് മാത്രം 270 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കുറഞ്ഞതത്രയും ഒറ്റ ദിവസം കൊണ്ടാണ് കൂടിയത്. അതിനാൽ തന്നെ വില ഇനിയും കുറയും എന്ന് കരുതി കാത്തിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വില വർധനവ് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്താണ് സ്വർണത്തിന് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത് എന്നല്ലേ? ആഗോള വിപണിയിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ മേഖല. ആഗോള വിപണിയിലെ ഡോളറിലാണ് സ്വർണത്തിന്റെ വില കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഡോളറിനെതിരെ രൂപ ദുർബലമാകുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് കൂട്ടും. സ്വാഭാവികമായും ഇത് സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കും. രാജ്യാന്തര വിപണിയിൽ ഓരോ ഡോളർ കൂടുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് 2 മുതൽ 2.5 രൂപ വരെയാണ് സ്വർണ്ണ വിലയിൽ വർധനവ് ഉണ്ടാകാറുള്ളത്. ഡോളറിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫ് നയവും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായി പരസ്പര താരിഫ് 90 ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചു. മാത്രമല്ല ഈ ഇളവിൽ നിന്ന് ചൈനയെ ഒഴിവാക്കുകയും 104% തീരുവയിൽ നിന്ന് 125%ത്തിലേക്ക് കുത്തനെ കൂട്ടുകയും ചെയ്തു. ഇതോടെ ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം മൂർധന്യത്തിലേക്ക് എത്തുകയാണ് എന്ന പ്രതീതിയും ഉടലെടുത്തു. ഇതോടെ സ്വർണത്തിന്റെ രാജ്യാന്തര വില ഔൺസിന് ഒറ്റയടിക്ക് $150 വർദ്ധിച്ചത്. സാമ്പത്തിക മാന്ദ്യകാലത്തെ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് കൂട്ടത്തോടെ നിക്ഷേപകർ തിരിഞ്ഞത് വില കൂടാൻ കാരണമായി. അതേസമയം റോക്കറ്റ് കണക്കിയുള്ള സ്വർണത്തിന്റെ കുതിപ്പ് കേരളത്തിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് വിവാഹ സീസണാണ് ഇപ്പോൾ. കേരളത്തിൽ ഏറ്റവുമധികം സ്വർണ്ണ വിൽപ്പന നടക്കുന്ന സീസൺ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലമാണ്. ഹൈന്ദവ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ കൂടുതലും ഇക്കാലയളവിലാണ് നടക്കുന്നത്. ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് വില അനിയന്ത്രിതമായി കൂടുന്നത് വ്യാപാരത്തെ തളർത്തുമോ എന്ന ആശങ്ക വ്യാപാരികൾക്കുമുണ്ട്. വിവാഹാവശ്യത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങിക്കുക. ഒരു പവന് സ്വർണത്തിന്റെ വിലയാണ് 68,480. എന്നാൽ സ്വർണം വാങ്ങിക്കുമ്പോൾ GST, ഹാൾമാർക്കിംഗ് നിരക്കുകൾ എന്നിവ കൂടി ഈടാക്കാറുണ്ട്. ആഭരണമായി വാങ്ങുമ്പോൾ ഇതിനെല്ലാം പുറമെ പണിക്കൂലി കൂടി കൊടുക്കേണ്ടി വരും. പണിക്കൂലിയും ഹാൾമാർക്ക് ഫീസും നികുതിയും കൂടിച്ചേരുമ്പോൾ വിലക്കയറ്റത്തിന്റെ ഭാരം ഇരട്ടിയാണ് എന്നാണ് ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. 3% സ്വർണത്തിന്റെ GST. 53.10 രൂപയാണ് ഹാൾമാർക്കിംഗ് നിരക്ക്. പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം. 2% മുതൽ 30% വരെ പണിക്കൂലിയുള്ള ആഭരണങ്ങൾ വിപണിയിലുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലിയുള്ള ആഭരണം വാങ്ങാൻ പോലും ഇന്നത്തെ വിലയ്ക്ക് പവന് 74,116 രൂപയും ഗ്രാമിന് 9,265 രൂപയും നൽകണം.